ഇപ്പം നമ്മൾ കോർപ്പറേഷൻ ജോലിക്കാരുണ്ട്, നമ്മൾ ബസ് സ്റ്റാൻഡ് അടിച്ചു വാരുകയോ റെയിൽവേ സ്റ്റേഷൻ അടിച്ചു വാരുകയോ തെരുവ് അടിച്ചു വാരുകയോ നമ്മുടെ വീട് വൃത്തിയാക്കി നമ്മുടെ ചവറ്റുകൊറ്റകൾ വൃത്തിയാക്കി ചെയ്യുന്ന ആളുകൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നല്ല വേതനം കൊടുക്കുന്നില്ല. പക്ഷെ അതുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ സമൂഹം അത്രയും ഭംഗിയായി നിൽക്കുന്നതും ആശ്വാസപരമായി നിൽക്കുന്നതും ആരോഗ്യപരമായി നിൽക്കുന്നതും. അതിൽ പോലും വിവേചനമുള്ള സ്ഥലത്താണ്, ആ തൊഴിലിനെ പോലും മോശം തൊഴിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇവരിത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഗുണം? നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്തുണ്ടാക്കുന്നതിനേക്കാൾ വളരെയധികം പണം 1 മണിക്കൂർ കൊണ്ട് അവർക്ക് സംഭവിക്കാൻ പറ്റും. മനസ്സിലായോ? ചില ട്രാൻസ്വുമൻസ് ഒക്കെ 1 മണിക്കൂറിലൊക്കെ 10,000 50,000 ഒക്കെ 50,000 രൂപയൊക്കെ ഒരു ക്ലൈൻറ്റിൽ നിന്ന് വാങ്ങിച്ച ട്രാൻസ് ആളുകളുണ്ട്. പല സെലിബ്രിറ്റീസിൽ നിന്നും 1,50,000 ഒക്കെ വാങ്ങിക്കുന്ന ഒത്തിരി ട്രാൻസ് വുമൻസ് ഉണ്ട്, ട്രാൻസെക്ഷൽ വുമൻസും ഉണ്ട്. അത് അവരുടെ താല്പര്യമാണല്ലോ, അല്ലെ? ഇപ്പം നമ്മൾ പറയും സ്ത്രീകൾ ട്രാൻസ് ആണ്, പക്ഷെ ഇവിടെ ആണുങ്ങളുണ്ടല്ലോ, കോൾ ബോയ്സ് ഉണ്ട്. കോൾ ബോയ്സ് ഉള്ള കൊച്ചിയും കൂടിയാണത്, അല്ല കേരളമാണത്. ഇവിടുത്തെ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ കോൾ ബോയ്സ് ഉണ്ട്. അവരും ചെയ്യുന്നത് സെക്സ് വർക്ക് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. അത് ആവശ്യമാണ്, അത് ചെയ്യുന്നവരുണ്ട്, അത് അവരുടെ താല്പര്യം. അതിന് നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ടാബു ഉള്ളത് കൊണ്ടാണ്. അതായത് തെരുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും റീഹാബിലേഷൻ ചെയ്യുകയും എന്തുകൊണ്ട് സർക്കാർ ഇവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ആലോചന വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ പോയിട്ട് സെക്സ് ചെയ്യുകയോ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുകയോ ചെയ്താൽ അത് നമുക്ക് പ്രശ്നമാവുന്നില്ല. അതാണ് ഡിഫറൻസ്. അതായത് നിങ്ങളൊരു ഹോട്ടലിലെ റിസപ്ഷനിൽ ജോലി ചെയ്യുന്നതും ഹൗസ് കീപ്പിങ്ങിൽ ജോലി ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യാസം.